ഹലോ ഗൈസ്, അപ്പം ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നത് അടിമാലി ടൗണിൽ നിന്ന് കാണുന്ന മുകളിലെ മലയിലാണ് ഞങ്ങൾ വന്നത്. അവിടെ വന്നപ്പോഴാണ് നിരന്ന ഒരു സ്ഥലമാണെന്ന് മനസ്സിലായത്. കപ്പയും കാന്താരിയും ഒക്കെയാണ് അവിടുത്തെ കൃഷികൾ. ഈ കാണുന്നത് വലിയൊരു കപ്പത്തോട്ടമാണ്. എന്തൊരു ഭംഗിയാണ് കപ്പത്തോട്ടം കാണാൻ. പച്ച പരവതാനി വിരിച്ചതുപോലെയുണ്ട്. വേനൽക്കാലമായതുകൊണ്ട് വെള്ളത്തിന് ക്ഷാമം ഉണ്ടെങ്കിലും അതിൻ്റെ അടുത്തൊരു ചെറിയ തോടുണ്ട്. എല്ലാം വൃത്തികേടായിട്ട് കിടക്കുവാണെന്ന് തോന്നുന്നു. വെള്ളം അത്ര ക്ലിയർ ഒന്നും അല്ല കേട്ടോ. ഈ കപ്പത്തോട്ടത്തിനരികെ ഒരു പാലം കണ്ടില്ലേ? അത് കണ്ടപ്പോൾ എനിക്ക് നാട്ടുംപുറം ഫീൽ ചെയ്തു. ഈ കുന്നിൻ്റെ മുകളിൽ കയറിയത് കൊണ്ടൊരു ഗുണമുണ്ടായി. അടിമാലി ടൗൺ ഫുൾ കാണാൻ പറ്റി. അകലെ നിന്നുള്ള അടിമാലി ടൗണിൻ്റെ ദൃശ്യമാണ് നിങ്ങൾ ഈ കാണുന്നത്. എത്രത്തോളം കാണാൻ പറ്റുമെന്നറിയില്ല, എന്നാലും ഞങ്ങൾ സൂം ചെയ്ത് ഇത്രയും കണ്ടു. ഈ കുന്നിൻ്റെ മുകളിൽ വന്നപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലും നല്ല തണുത്ത കാറ്റും ഉണ്ടായിരുന്നു കേട്ടോ. ഇനി നമ്മൾ പോകുന്നത് ചിന്നപ്പാറക്കുടിയിലൂടെ മച്ചിപ്ലാവിലേക്കാണ്. വരുന്ന വഴിക്ക് നല്ലൊരു പുതിയ പാലം പണിഞ്ഞത് കണ്ടു. പിന്നെ പാലത്തെ കയറി 2-3 ഫോട്ടോ ഒക്കെ എടുത്ത് അതൊക്കെ ഒന്ന് കണ്ട് ഞങ്ങൾ ആ വഴി നേരെ മച്ചിപ്ലാവിലേക്ക് ഇറങ്ങാമല്ലോ എന്നോർത്താണ്. ഈ വഴി ഞങ്ങൾ നേരത്തെ വന്നിട്ടുണ്ടെങ്കിലും വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഈ പാലം കഴിഞ്ഞാൽ കുറച്ചിടയെ വീടുകളുള്ളൂ. പിന്നെ ഫുള്ള് ഫോറസ്റ്റുകാരുടെ ഏരിയകളാണ്. അപ്പോൾ നമുക്ക് നേരെ മച്ചിപ്ലാവിലേക്ക് പോകാം. ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് സ്വാഭാവികമായും അറിയാമല്ലോ, രണ്ട് സൈഡിലും കാടാണെന്ന്. കാടിൻ്റെ ഉള്ളിൽ കുഞ്ഞൊരു വഴിയും. 2-3 കിലോമീറ്റർ കഴിഞ്ഞാണ് ഈ ഫോറസ്റ്റ് ഏരിയ കഴിയുന്നത്. എന്തായാലും ഈ റോഡ് വഴി പോകാൻ നല്ല രസമുണ്ട്. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ഈ വഴി ഒന്ന് കണ്ടു നോക്കിക്കേ, എത്ര മനോഹരമാണെന്ന്. ഫോട്ടോയും വീഡിയോയും എടുക്കാൻ പറ്റുന്ന നല്ല നല്ല സ്ഥലങ്ങൾ ഈ വഴിയുണ്ട്. ഇവിടെ കാട്ടുപോത്തും ആനയൊക്കെ വരുമെന്നാണ് പറയുന്നത്. വഴി പകുതി കോൺക്രീറ്റും ബാക്കി കട്ട പതിപ്പിച്ചേക്കുവാണ്. വേനൽക്കാലമായതുകൊണ്ട് ഫോറസ്റ്റ് ഏരിയയിൽ തീ കയറിയായിരുന്നു. വേനൽക്കാലമായതുകൊണ്ട് മരത്തിൻ്റെ ഇലകളൊക്കെ പൊഴിയുന്നതാണെന്ന് തോന്നുന്നു. ഒറ്റ മരത്തിനും ഇലകളില്ല. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇലകളുള്ള മരങ്ങളും കാണാറുണ്ട് കേട്ടോ. പോകുന്ന വഴിക്ക് ഒരു പാറയുണ്ട്. ആ പാറയിൽ നിർത്തി നമുക്ക് അവിടുത്തെ ദൃശ്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇതാണ് ആ പാറ. അങ്ങേ അപ്പുറത്തെ മലകളും മേഘങ്ങളും മരങ്ങളും ഒക്കെ കാണാം. കുഞ്ഞ വണ്ടി നിർത്താൻ നോക്കിയിരിക്കുമായിരുന്നെന്ന് തോന്നുന്നു ചാടാൻ വേണ്ടി. എന്നിട്ടായിരിക്കും അവൻ അതിലൂടെ എല്ലാം പോയി. ഇവിടെ നിന്നാൽ അങ്ങ് 3-6 ഭാഗങ്ങളൊക്കെ കാണാം ഗൈസ്. ഏതാണെങ്കിലും ഇവിടെ വന്നാൽ മാത്രമേ ആ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റുകയുള്ളൂ. ഏതായാലും അടുത്ത സ്ഥലത്തേക്ക് പോയേക്കാം. ആ വഴി നേരെ ഇനി മച്ചിപ്ലാവിലേക്ക്. അപ്പോഴാണ് ഞങ്ങൾ ഈ ഒരു സ്ഥലം കണ്ടത്. അങ്ങനെ കുറേ നേരം ഞങ്ങൾ ഈ സ്ഥലമൊക്കെ നോക്കി നിന്നു. അങ്ങനെ വരുന്ന വഴിക്കാണ് ഫുട്ബോൾ ഭ്രാന്തനായ എൻ്റെ കുഞ്ഞിന് ഇഷ്ടപ്പെട്ട കാര്യം സംഭവിച്ചത്. കുറേ ചേട്ടായിമാർ ഫുട്ബോൾ കളിക്കുന്നു. ആ കളിയൊക്കെ കണ്ട് കുറേ നേരം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു. ഏത് ടീം ജയിക്കുമെന്ന് അറിയാൻ കുറേ നേരം വെയിറ്റ് ചെയ്തു. ഏതാണെങ്കിലും ചേട്ടായിമാരൊക്കെ കളിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോട്ടെ, ഞങ്ങളും നേരെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. കുഞ്ഞൻ എന്തായാലും പോകണ്ടെന്ന് പറഞ്ഞ് നിൽക്കുമായിരുന്നു. കാരണം കുറച്ചും കൂടെ കളിയൊക്കെ കണ്ടിട്ട് പയ്യെ പോകാമെന്നാണ് അവൻ പറഞ്ഞത്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, സീ യു.